ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതൊരു ഹോളിഡേ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നീണ്ടുപോയത്. ആ ബൗളിലെ ഫുള്ള് നട്ട്സ് ഇസുന്നുള്ളതല്ല കേട്ടോ, ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഉള്ളത് എടുത്തതാണ്. പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. കുറേ നാൾ കൂടിയിട്ടാട്ടോ കാറ്റും മഴയൊക്കെ ആസ്വദിക്കുന്നത്. എറണാകുളത്തായിരുന്നപ്പോൾ ഇതൊന്നും കാണാൻ കിട്ടില്ലായിരുന്നു. ഫുള്ള് ബിൽഡിംഗ് അല്ലേ. ഇവിടെ വന്നപ്പം നല്ല മരങ്ങളും നല്ല സ്ഥലങ്ങളായതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. വയനാട് പണ്ട് മുതലേ എനിക്ക് താല്പര്യമുള്ള ഒരു സ്ഥലമേ അല്ല. എറണാകുളത്ത് നിന്ന് വരാൻ കുറച്ചധികം സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ ഞാനങ്ങ് സെറ്റായി. എന്തോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എറണാകുളം ഞങ്ങൾക്ക് 2 പേർക്കും സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. പിന്നെ ഇസു ഉണ്ടായതും അവിടെ നിന്നാണ്. അപ്പോൾ കഥയൊക്കെ വഴിയെ പറയാം. ഇപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കേണ്ട എണീറ്റ് വന്നത് ഞങ്ങൾ വെള്ളത്തിൽ ചിയാസീഡ് ഇട്ട് വെച്ചത് ഉണ്ടായിരുന്നു. അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചു. അതും കുടിക്കും. പിന്നെ കുറച്ച് നട്ട്സും. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പതിവ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയറാണ് കേട്ടോ. ചെറുപയർ ഞാൻ നേരത്തെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടിനും കുഴച്ചു. പിന്നെ നമുക്ക് പുട്ടിനുള്ള തേങ്ങയാണ് വേണ്ടത്. ആ തേങ്ങ ചെരുവാനുള്ള ആളാണ് ഈ റെഡിയായി നിൽക്കുന്നത്. ഇവിടെയുള്ള സമയമുള്ളപ്പോൾ ഞാൻ ആട്ടിനെ കൊണ്ട് തേങ്ങ ചെരുവിപ്പിക്കാറുണ്ട്. ഹോളിഡേ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാം പതുക്കെ തന്നെയാണ് ചെയ്യാറ്. കാരണം ചെയ്ത് തീർത്തിട്ട് ഇന്ന് ഞങ്ങൾക്ക് എവിടെയും പോകാനില്ലാത്തതിന് കാരണം ഞങ്ങളുടെ കാറൊന്ന് പണി മുടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എവിടെയും പോകാനില്ലാത്തത്. അച്ഛനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുക എന്നതിൽ PhD എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസു. പറഞ്ഞിട്ട് കാര്യമല്ല, ഏറ്റവും കൂടുതൽ കായികാഭ്യാസങ്ങളെല്ലാം പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ അവൻ പരീക്ഷിക്കാതിരിക്കില്ലല്ലോ. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല എനർജിയിലാണ് വരിക. അപ്പം തന്നെ അവൻ്റെ പണി ആയുധങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നേരത്ത്. പിന്നെ അതിൽ കുറച്ച് നേരം ഇരുന്ന് കളിക്കുന്ന സമയത്തായിരിക്കും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ഇന്നും അതുപോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അവൻ ആദ്യമേ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നേരത്ത് കുറച്ച് നേരം ഞാൻ അവൻ്റെ അടുത്ത് പോയി അവൻ്റെ അടുത്തിരിക്കും. അല്ലെങ്കിൽ അവനൊറ്റയ്ക്ക് അങ്ങനെ കളിക്കാറില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലോണം ഇരുന്ന് കഴിക്കും. അതാണ് അവനിഷ്ടം. കിച്ചണിലെ ഈസിൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് കേട്ടോ അവനിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ അവൻ വേഗം വന്ന് പറയും, അമ്മ ഞാനവിടെ ഇരിക്കാം. അങ്ങനെ കയറി ഇരുന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തെന്ന് സഹായിക്കാൻ ആൾ ഉഷാറാണ്. ഇസുവിൻ്റെ ടേബിളിന് പാകത്തിനുള്ള സ്റ്റീൽ പ്ലേറ്റാണ് അവനുള്ളത്. പക്ഷേങ്കിൽ അച്ഛൻ്റെ പ്ലേറ്റ് കണ്ടപ്പോൾ അവൻ ആ പ്ലേറ്റിൽ തന്നെ കഴിക്കണമെന്ന് പിടിവാശി. അതിനാണ് ആ എണീറ്റ് നിന്നത്. പിന്നെ പ്ലേറ്റ് കൊടുത്തപ്പം ആൾ ഓക്കെയാണ്. ഞങ്ങളെല്ലാവരും കൂടി എന്തായി നോക്കി നിൽക്കുന്നതെന്നല്ലേ, കുട്ടികൾ കളിക്കുന്നുണ്ട് താഴെ, അത് നോക്കി നിൽക്കുന്നതാണ്. പിസുവിന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ 2 പേരെയും കൂടെ അങ്ങ് പറഞ്ഞു വിട്ടു. ആ കൂടെ ഞങ്ങൾക്ക് തുണിയും അറിയിടാം.
ഇവിടെ 2 ചെയർ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു ചെയറും പിന്നെ കോമൺ ആയിട്ടുള്ള ചെയറും. ഇതിലിറങ്ങാനാണ് അവന് കൂടുതൽ ഇഷ്ടം. ഇതിലിറങ്ങുമ്പോൾ അവന് പിടിക്കാനും പറ്റില്ല. ഇത് പാർക്കിങ്ങിലായിട്ടും തുണിയാറിടാൻ പോകാനൊക്കെ ഉള്ളൊരു ചെയർ. കുറച്ചധികം നേരം കളിച്ചിട്ടാട്ടോ ഈസ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എല്ലാവർക്കും ഒരു ആപ്പിളൊക്കെ കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ഈസുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ടൈം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ലേസി ആയിട്ട് ഇരിക്കുന്നത്. ഈസുവിനുള്ളത് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ഞാൻ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക തന്നെ വേണമല്ലോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ്. എനിക്ക് എപ്പോഴും കൊതി തോന്നലും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡുകൾ, പണ്ട് കഴിക്കുന്ന ചെറുപ്പത്തിൽ കഴിക്കുന്ന ഫുഡുകൾ കഴിക്കാനാണ്. അതെന്നും അതെങ്ങനെ തന്നെയാണ്. ഏത് ഫുഡ് ആരൊക്കെ ഉണ്ടാക്കി തന്നാലും ആ ഒരു ടേസ്റ്റ് അതെപ്പോഴും അതെൻ്റെ ഫേവറേറ്റാണ്. കളിയൊക്കെ കഴിഞ്ഞ് ഒരു ബനാനയൊക്കെ കഴിച്ചു. ഇതാ എന്നിട്ട് കുളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കുളിക്കാനിരിക്കുമ്പോൾ കുറച്ച് അധികം നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാണ് കുളിക്കൽ. അച്ഛനും മോനും കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് വാങ്ങാൻ പോവാണ്. പോവുകയാണെങ്കിലും വരികയാണെങ്കിൽ ഗേറ്റ് അടിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. അത് ഞങ്ങളെ കണ്ടുള്ള ശീലമായിരിക്കാം. അവർ പോയ സമയം കൊണ്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും അവർ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈസുവിനുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. അവന് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതവന് ഭയങ്കര ഇഷ്ടമാണ്. ഈസുവിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി അതവന് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് ഓപ്പൺ ആക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ്റെ ഫുഡ് അവൻ കഴിക്കില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ. ഈ ഡേ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.